ഹായ് കൂട്ടുകാരെ, ഹായ്, പ്രൈസ് ദി ലോർഡ്. അബ്രഹാമിന്റെ, ഇസ്ഹാക്കിന്റെ, യാക്കോബിന്റെ ദൈവം ഇന്നും ജീവിക്കുന്ന അനുഗ്രഹത്തിന് അധിപതിയായ ദൈവം. അബ്രഹാമിന്റെ ദൈവം ഇസ്ഹാക്കിനെ അനുഗ്രഹിച്ചു. അബ്രഹാമിന്റെ ദൈവം ഇസ്ഹാക്കിനെ അനുഗ്രഹിച്ചു. വാഗ്ദത്തങ്ങൾ പ്രാപിച്ചവർ കനാൻ ദേശമൊക്കെയും, വാഗ്ദത്തങ്ങൾ പ്രാപിച്ചവർ കനാൻ ദേശമൊക്കെയും, കിഴക്കും പടിഞ്ഞാറും തെക്കും വടക്കും കർത്താവ് തന്നതിർത്തികൾ കാട്ടിക്കൊടുത്തു. കിഴക്കും പടിഞ്ഞാറും തെക്കും വടക്കും കർത്താവ് തന്നതിർത്തികൾ കാട്ടിക്കൊടുത്തു. അബ്രഹാമിന്റെ ദൈവം ഇസ്ഹാക്കിനെ അനുഗ്രഹിച്ചു. ഇസ്ഹാക്കിൻ പുത്രന്മാരൻ ഗോത്രപിതാക്കൾ ജന്മമെടുത്തു. ഇസ്ഹാക്കിൻ പുത്രന്മാരൻ ഗോത്രപിതാക്കൾ ജന്മമെടുത്തു. 12 24 ഗോത്രങ്ങൾ, 12 24 ഗോത്രങ്ങൾ. അതിലൊന്നല്ലോ യോസേഫിൻ ഗോത്രം, അതിലൊന്നല്ലോ യോസേഫിൻ ഗോത്രം. അബ്രഹാമിന്റെ ദൈവം ഇസ്ഹാക്കിനെ അനുഗ്രഹിച്ചു. പ്രിയമകനാം യോസേഫിന് വർണ്ണക്കുപ്പായം യാക്കോബ് തയ്ച്ചു. പ്രിയമകനാം യോസേഫിന് വർണ്ണക്കുപ്പായം യാക്കോബ് തയ്ച്ചു. ഇതു കണ്ട സഹോദരർ യോസേഫിനെ വെറുത്തു. ഇതു കണ്ട സഹോദരർ യോസേഫിനെ വെറുത്തു. അഭയപ്പെടുത്തുവാൻ കാത്തിരുന്നു, അഭയപ്പെടുത്തുവാൻ കാത്തിരുന്നു. അബ്രഹാമിന്റെ ദൈവം ഇസ്ഹാക്കിനെ അനുഗ്രഹിച്ചു. അബ്രഹാമിന്റെ ദൈവം ഇസ്ഹാക്കിനെ അനുഗ്രഹിച്ചു. നമ്മുടെ ഇന്നത്തെ വാക്യം സങ്കീർത്തനങ്ങൾ 33:12. യഹോവ ദൈവമായിരിക്കുന്ന ജാതിയും അവൻ തനിക്ക് അവകാശമായി തിരഞ്ഞെടുത്ത ജനവും ഭാഗ്യമുള്ളത്. സങ്കീർത്തനം 33:12. ഉൽപ്പത്തി പുസ്തകത്തിൽ അബ്രഹാമിനെ കുറിച്ചും ഇസ്ഹാക്ക് യാക്കോബിനെ കുറിച്ചും പറയുന്ന കാര്യങ്ങൾ ചില നാൾക്ക് മുമ്പ് നമ്മൾ ചിന്തിച്ചതാണ്. ഇന്ന് യാക്കോബിൻ്റെ കുടുംബത്തെക്കുറിച്ച് നമുക്ക് അല്പമായി ചിന്തിക്കാം. യാക്കോബ് കനാൻ ദേശത്താണ് താമസിച്ചിരുന്നത്. എന്നാൽ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽക്കരയിലെ മണൽത്തരികൾ പോലെയും സന്തതികളെ നൽകാമെന്ന് ദൈവം പറഞ്ഞിരുന്നു. അബ്രഹാമിനെയും ഇസ്ഹാക്കിനെയും പോലെ ദൈവത്തിൻ്റെ വാക്ക് യാക്കോബും വിശ്വസിച്ചു. യാക്കോബ് ഹാരാനിൽ ചെന്ന് തൻ്റെ അമ്മയുടെ സഹോദരനായ ലാബാൻ്റെ ആടുകളെ നോക്കുകയായിരുന്നു. യാക്കോബ് 7 വർഷം തനിക്ക് വേണ്ടി ജോലി ചെയ്താൽ തൻ്റെ ഇളയ മകളായ റാഗേലിനെ നൽകാമെന്ന് കൊടുക്കാമെന്ന് പറഞ്ഞു. എന്നാൽ ഈ 7 വർഷം കഴിഞ്ഞ് വിവാഹം നടന്നു. പക്ഷേ റാഗേലിൻ്റെ മൂത്ത സഹോദരിയായ ലേയെ കൊടുത്ത് ലാബാൻ യാക്കോബിനെ പറ്റിച്ചു കളഞ്ഞു. ലേയേക്കാൾ യാക്കോബ് സ്നേഹിച്ചിരുന്ന റാഗേലിനെ ആയിരുന്നുകൊണ്ട് അവളെ വിവാഹം കഴിക്കാനായിട്ട് താൻ ആഗ്രഹിച്ചു. എന്നാൽ അങ്ങനെ 7 വർഷം കൂടി ലാബാന് വേണ്ടി ജോലി ചെയ്ത് റാഗേലിനെയും നമ്മുടെ യാക്കോബ് വിവാഹം കഴിച്ചു. ഇപ്പോൾ യാക്കോബിന് 2 ഭാര്യമാർ. യാക്കോബ് റാഗേലിനെ സ്നേഹിച്ചു. എന്നാൽ ഈ സമയത്ത് യാക്കോബിന് ലേയെ ഒരു ആൺകുഞ്ഞ് ജനിച്ചു. ആ കുഞ്ഞിന് രൂപൻ എന്ന് പേരിട്ടു. അതിനർത്ഥം ഇതാ നോക്കൂ ഒരു മകൻ, ഇപ്പോൾ ഭർത്താവ് എന്നെ സ്നേഹിക്കും എന്ന് ലേയ പറഞ്ഞ രൂപൻ എന്ന് ആ കുഞ്ഞിന് പേരിടുന്നു. ഈ സമയം റാഗേലിന് മക്കളില്ലായിരുന്നു. റാഗേൽ മച്ചിയായിരുന്നു. എന്നാൽ ലേയ്ക്ക് പിന്നെയും മക്കൾ പിറന്നു. ശിമയോൻ, ലേവി, യഹൂദ എന്ന് അവർക്ക് പേരിട്ടു. അങ്ങനെ ഓരോ പ്രാവശ്യവും മക്കൾ ജനിക്കുമ്പോൾ
റാഹേലിനേക്കാൾ യാക്കോബ് തന്നെ സ്നേഹിക്കും എന്ന് ലേയ കരുതി. എന്നാൽ ഈ സമയം റാഹേലിന് ലേയയോട് അസൂയ ഉളവായി തുടങ്ങി. ലേയ മക്കളെ ലാളിക്കുന്നതും യാക്കോബ് മക്കളോട് കൂടെ കളിക്കുന്നതൊക്കെയും റാഹേലിനെ അസൂയ ഉളവാക്കി തീർത്തു. ബൈബിൾ പറയുന്നു തൻ്റെ സഹോദരിയോട് റാഹേൽ അസൂയപ്പെട്ടു എന്ന്. എനിക്ക് മക്കളെ തന്നില്ലെങ്കിൽ ഞാൻ മരിച്ചു പോകുമോ എന്ന് റാഹേൽ യാക്കോബിനോട് പറഞ്ഞു. അപ്പോൾ നിനക്ക് മക്കളെ തരാതിരിക്കാൻ ദൈവത്തിൻ്റെ സ്ഥാനത്താണോ ഞാൻ എന്ന് യാക്കോബ് കോപിച്ച് പറയുന്നതായിട്ട് കാണുന്നു. യാക്കോബിൻ്റെ വീട്ടിൽ ഒരു സമാധാനവുമില്ല, അസന്തുഷ്ടിയും ദേഷ്യവും വഴക്കൊക്കെയായിരുന്നു. കാരണമോ അസൂയയാണ്. പിന്നെയും നമുക്ക് ഈ സമയത്ത് പിന്നെയും കൂടുതൽ പുത്രന്മാർ യാക്കോബിൻ്റെ ഭവനത്തിൽ ഉണ്ടായി. ദാൻ, നഫ്താലി, ഗാദ്, ആശേർ, ഇസ്സാഖാർ, സെബൂലൂൻ, ഇങ്ങനെ ആകെ 10 പുത്രന്മാരും ഒരു മകൾ ദീനയും അവർക്ക് ജനിച്ചു. നമ്മുടെ റാഹേലിൻ്റെ ജീവിതത്തിലും വലിയ സന്തോഷം കടന്നു വന്നു. ദൈവം റാഹേലിൻ്റെ പ്രാർത്ഥന കേട്ടു അവൾക്ക് ഒരു മകനെ നൽകി. വളരെ സന്തോഷകരമായ അനുഭവം. ആ മകന് അവർ യോസഫ് എന്ന് പേരിട്ടു. അതെ, വളരെ സന്തോഷം ആ വീട്ടിൽ അലതലുകയാണ്. റാഹേലിന് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരുന്നു. അതിനുശേഷം വീണ്ടും ഒരു മകൻ അവർക്കുണ്ടായി. ബെന്യാമീൻ എന്ന് പേരിട്ടു. എന്നാൽ ബെന്യാമിൻ്റെ ജനനത്തോടുകൂടി ഒരു സങ്കടകാര്യം അവിടെ സംഭവിച്ചു. ആ കുട്ടിയുടെ ജനനത്തോടുകൂടി റാഹേൽ മരിച്ചുപോയി. അങ്ങനെ അവർ ബേത്ലഹേമിലെ വഴിയരികെ റാഹേലിനെ അടക്കം ചെയ്തതായിട്ട് വചനം പറയുന്നു. ഇസാക്കിൻ്റെയും ദൈവം യാക്കോബിനെയും കൂടുതൽ സ്നേഹിച്ചു. 150 വയസ്സോളം ജീവിച്ച ഇസാക്കിനെ കുറിച്ച് യോസഫ് കേട്ടിട്ടുണ്ട്. എന്നാൽ ആ വല്യപ്പച്ചനെ കാണുവാനും സന്തോഷിക്കുവാനും യോസഫിനും യോസഫിൻ്റെ ചേട്ടന്മാർക്കൊക്കെയും യാക്കോബിനും എല്ലാ മക്കൾക്കും ഭാഗ്യമുണ്ടായി. എന്നാൽ യാക്കോബിൻ്റെ തുടർന്നുള്ള ജീവിതത്തിൽ യാക്കോബ് മറ്റു പുത്രന്മാരെക്കാൾ അധികം യോസഫിനെ സ്നേഹിച്ചു എന്നാണ് നാം കാണുന്നത്. തങ്ങളെക്കാൾ കൂടുതൽ പിതാവ് യോസഫിനെ സ്നേഹിക്കുന്നു എന്ന് കണ്ടപ്പോൾ സഹോദരന്മാർ ദുഷിച്ചു. ഉൽപ്പത്തി പുസ്തകത്തിൽ 37 നാം കാണുന്നത് ശാന്തമായി അവനോട് സംസാരിക്കുവാൻ പോലും അവർക്ക് കഴിഞ്ഞില്ല എന്നാണ്. യാക്കോബ് താൻ പ്രിയമായിട്ട് സ്നേഹിച്ച യോസഫിനെ ഒരു നല്ല ഭംഗിയുള്ള നീലയങ്കി തയ്പ്പിച്ചു കൊടുക്കുന്നു. നല്ല മനോഹരമായ ഒരു വസ്ത്രം. എന്നാൽ ഈ അങ്കി ധരിക്കുന്നവർ മറ്റുള്ളവരെക്കാൾ ബഹുമാന്യത അർഹിക്കുന്നു എന്നുള്ള ഒരു ഇതാണ് അന്ന് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ സഹോദരന്മാർ പിന്നെയും അവനെ ദുഷിച്ചു. അവനോടൊരു പക പോലെ പെരുമാറാൻ തുടങ്ങി. അതെ, അസൂയ മരണകരമായൊരു പാപമാണ്. വളരെ ഒരു വിഷം നിറഞ്ഞ പാപമാണ്. അത് മുളയിലേ നുള്ളിക്കളയാനായിട്ട് നാം ശ്രദ്ധിക്കണം. കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവ് നമ്മെ സഹായിക്കും. അപ്പോൾ തന്നെ ഈ പ്രിയ സ്നേഹം, കർത്താവിൻ്റെ പ്രിയ സ്നേഹം നമുക്ക് പിൻപറ്റി മുമ്പോട്ട് പോകാൻ തക്കോണം ദൈവം നമ്മെ സഹായിക്കട്ടെ. അവൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അബ്രഹാമിൻ്റെ ദൈവം ഇസഹാക്കിനെ അനുഗ്രഹിച്ചു. അബ്രഹാമിൻ്റെ ദൈവം ഇസഹാക്കിനെ അനുഗ്രഹിച്ചു. God